തൂവെള്ള തൂവുന്നുഷസിൽ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഫ്രെയിം ടി വി വൈറ്റ് ഫ്രെയിം വന്ന് ഫീൽ ചെയ്യുള്ളൂ. ഇനി എടുത്തു പറയേണ്ടത് ഈ പൊതുവെ ഉള്ള ഈ വൈറ്റ് കളറിലുള്ള കിച്ചൺ ഓപ്പൺ ആക്കി ചെയ്തെന്ന് പറഞ്ഞുള്ള ഒന്നാമത്തെ ധൈര്യം. ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥനൊപ്പമാണ്. ഒറ്റ വാക്കിൽ ഗംഭീരം, മനോഹരം. താങ്ക് യു. ഞാൻ ഇവർക്ക് വരുന്ന ഓരോരുത്തർക്ക് എഴുതിയിടാനുള്ള ഒരു സ്ഥലത്ത് മനോഹരം എന്ന് പറയുന്ന എൻ്റെ എന്താ പറയുക വൃത്തിയല്ലാത്ത കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളെന്നും മനസ്സിൽ കോറിയിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വീട് സങ്കല്പിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കൊരു ഒരു സങ്കല്പം അതാണല്ലോ ഫസ്റ്റ്. അതിന്റെ റിയാലിറ്റിയിലോട്ട് വന്നു തീർന്നിരിക്കുന്ന സാഹചര്യമാണിത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. യെസ്, ഓൾമോസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളതുമായിട്ട് ജെല്ലായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഓൺ ദ വേയിലാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും തന്നെ എത്തിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ നമ്മുടെ ഡാനി വിളിക്കുമ്പോഴത്തേക്ക് നോർമലി ഇത് എന്താ പറയാ, എനിക്കൊരു ഫോട്ടോ അയച്ചു തരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ആളെന്നെ ബന്ധപ്പെടുന്നത്. ആദ്യം എനിക്ക് ഇദ്ദേഹം അല്ല അയച്ചത്, വേറൊരു അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് അയച്ചത്. പക്ഷെ കണ്ടപ്പോൾ ഇത് ചെയ്യാമെന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതിന്റെ ഒരു വലിയ കാരണം നിങ്ങളുടെ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്, ഔട്ട് ആൻഡ് ഔട്ട് വൈറ്റ്, നിങ്ങൾ ഇട്ടിരിക്കുന്നതും വൈറ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വേറൊരു കളർ ഇടില്ല. ഓക്കെ, നമുക്ക് ഇതിൽ തുടങ്ങാം. നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഇത് ചെയ്തിരിക്കുന്നത് മറ്റേ WPC ലൂവേഴ്സ് ആണ്. ഈ ലൂവേഴ്സ് പല സ്ഥലങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. ഒരു യൂണിഫോമിറ്റി കിട്ടാനും ആ വൈറ്റ്നെസിന്റെ ഒരു ആ ഗ്ലാമർ കിട്ടണമെങ്കിൽ ആ ഗോൾഡിന്റെ രീതിയിൽ കിട്ടുമ്പം ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊരു ഡാനിയുടെ നല്ലൊരു സജഷനാണ് തന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ലായിരുന്നു. ആള് നല്ലൊരു സജഷൻ അതിനെപ്പറ്റി തന്നു. അത് കണ്ടപ്പം ആ സൈഡ് മാത്രം ചെയ്തപ്പം ടിവിയുടെ അവിടെ മാത്രം ചെയ്യാം, ഇല്ലെ പ്ലെയർ വോൾ ചെയ്യാന്നായിരുന്നു ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നത്. പിന്നീട് അത് നമ്മൾ ഇതും കൂടെ കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വന്നപ്പം ഭംഗിയായി എന്ന് തോന്നി. അത് ഒന്നാമത്തെ കാര്യം, കയറി വരുന്ന ഒരു സ്ഥലം ആ ഡിസൈൻ വൈറ്റ് എന്നുള്ള ഡിസൈൻ കട്ട് ചെയ്യാനായിട്ട് ഓക്വേർഡ് അല്ലാതെ കട്ട് ചെയ്യാനായിട്ട് ഈ ഗോൾഡൻ അതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഇവിടെ ഈ ലിവിംഗ് ഏരിയ ആക്ച്വലി ഇതൊരു ഒരു ഫാമിലി അല്ല ഫോർമൽ ലിവിംഗ് പറയാനായിട്ട് അവിടെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണോ? അതെ, കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതില് നമ്മുടെ സോഫ വരുന്നുണ്ട്. അതെ, പിന്നെ അതുപോലെ കാരണം ഇവിടെ ആദ്യം വലിയൊരു കോർണർ സോഫ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പം ആളിങ്ങനെ പറഞ്ഞു വലിയൊരു കോർണർ സോഫ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പേസ് നമുക്ക് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈനിനെ പറ്റി ഒരു ലീനിയർ ടൈപ്പിനെ പറ്റി ഡിസൈൻ ചെയ്ത് അങ്ങനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതിനൊരു ബ്ലൂയിഷ് കളർ ഉണ്ടോ? വൈറ്റിന്റെ കൂടുതലാണ്. ഒരു നമ്മുടെ ഉജാല വൈറ്റ് കളർ അല്ലേ, ആ വൈറ്റ് ആണ്. അവിടുന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു സെന്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു കസ്റ്റം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു. വിത്ത് റഗാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി ഇതാ, സാധാരണ ലിവിങ്ങിലുള്ള TV യൂണിറ്റ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇതൊരു ജസ്റ്റ് ഒരു മിറർ എന്താ പറയുക, നിങ്ങളെ കീ ഒക്കെ വെക്കാനായിട്ട് അങ്ങനെ ഒരു സെറ്റ് ഇത് കൊടുത്താണോ? അതോ ഞങ്ങളിതൊരു മെമ്മറി സ്പേസ് ആയിട്ടായിരുന്നു, അതായത് ആൽബംസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് എന്നുള്ള രീതിയിലാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ആൽബംസ് നമ്മൾ ഈ ടീപ്പോയി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ അതിലേക്ക് പയ്യെ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം ഈ സ്പേസ് കുട്ടികളൊക്കെ, ഇത് മോളുടെ ട്രോഫി സ്കൂളിൽ നിന്ന് കിട്ടിയത്, അതെ, LKG ആയതേ ഉള്ളൂ. ഇനിയിപ്പോ കൂടുതൽ ട്രോഫി കൊണ്ടുവരും എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തത്. ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി വൈറ്റ് ആണ്. എനിക്ക് നമ്മുടെ അവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ കളറല്ലേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? സെയിം കളർ തന്നെ, സെയിം മെറ്റീരിയൽ, സെയിം ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നു. റഗ്, വലിയ റഗ് ഇവിടെ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സാധാരണഗതിയിൽ പറയുമ്പോഴത്തേക്കും ഈ വോളിന് ചേരേണ്ട വലിപ്പത്തിലുള്ള TV ചെയ്തിരിക്കുന്നു. അതിന് ഹാഷ് പുഷ് ഒന്നുമില്ല. നമ്മൾ അവിടെ പറഞ്ഞ അതേ WPCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ട് ദെൻ മറൈൻ പ്ലൈവുഡ് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മുടെ ബാക്കിയുള്ള സെറ്റപ്പ് ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ഒരു ടീമില് കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആളെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ ഒരു ടീം വർക്കാണ് കേട്ടോ, ശരിക്കും പറയാൻ ഭയങ്കര ടീം വർക്കാണ്. ആളെ എടുത്തു പറയണം. അനൂപും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് മനസ്സിൽ പറയുന്നു, ഇപ്പൊ ഡാനിയും ഞാനും ഒന്ന് ഡിസൈഡ് ചെയ്തു, അത് പറയുന്നു, ആ സാധനം പിറ്റേ ദിവസം വരുമ്പോൾ അവനത് പക്കായിട്ട് ചെയ്തിരിക്കും. അത് നമ്മളെ മനസ്സ് നിറയ്ക്കുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ എനിക്കിതുണ്ടോ വരുന്നുണ്ട്, അത്ര ഉള്ളിൽ നിന്നാണ് പറയുന്നത്. അത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ അവരുടെ ഒരു അസറ്റ് തന്നെയാണ് ആള്.
എടുത്ത് ചോദിക്കട്ടെ, ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഉള്ളത്? 3600. 3600 സ്ക്വയർ ഫീറ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരച്ചത് നിങ്ങളാണ്? ഡിസൈൻ പ്രൊഫഷണലി നിങ്ങൾ ഒരു ആർക്കിടെക്ട് അല്ല. ഞാൻ വന്നപ്പോൾ ചോദിച്ചാൽ ഇതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു എന്നാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന സീലിംഗ്, സാധാരണ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഒന്ന്, ജിപ്സം സീലിംഗ് ചെയ്യുന്നവർ, ബാക്കിയുള്ള പല പ്രോഡക്റ്റ് ഇട്ട് ചെയ്യുന്നവർ. രണ്ട്, സീലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നോൺ സീലിംഗ് ഇല്ലാതെ ചെയ്യുക എന്നുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകളിൽ നിങ്ങൾ ഒരുപാട് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, എന്ന് വെച്ചാൽ ഒരുപാട് കോവുകൾ, ഇങ്ങനത്തെ ഈ അറകൾ ഒരുപാട് വേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്തിരുന്നു. അത് വേറൊന്നുമല്ല, ഫ്യൂച്ചർ മെയിൻ്റനൻസ്, ഫ്യൂച്ചറിലെ മെയിൻ്റനൻസിനെ ഉദ്ദേശിച്ച് തന്നെയാണ്, പണി എളുപ്പമാക്കിയത് തന്നെയാണ്, വേറൊന്നുമല്ല. പിന്നെ ഈ ലീനിയർ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഡാനിയായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തത് ഈ ലീനിയറിന്റെ കാര്യമാണ്. അപ്പൊ ഇത് എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്തേക്കുന്നത് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്തേക്കുന്നത്, ഇല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ ചെയ്തേക്കുന്നേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞപ്പം ആളത് പറഞ്ഞു, ഞാൻ കുറച്ച് ലൈനുകൾ കൂടുതലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഡാനി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ആ അറ്റത്തും ഈ അറ്റത്തും ഓരോ ലൈൻ കൊടുത്താൽ മതി, അപ്പൊ ഭംഗിയാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിശ്വാസം വന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞു വേണോ കൂടുതൽ വേണമെന്നൊക്കെ പലതവണ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. പക്ഷെ ഫൈനലി ഇതാണ് നല്ല ഭംഗിയായിട്ട്. അതിന്റെ റീസൺ പറയാം. ഒന്ന്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടെ നിങ്ങൾ ലൈൻസ് കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു. ദെൻ ഈ പറയുന്നതും ഒരു ഡിസൈൻ പോലെയാണ് മാഗ്നറ്റിക് ട്രാക്ക് ആണത്. ആ മാഗ്നറ്റിക് ട്രാക്ക് ഫുള്ളി ഇത് ആളുടെ മാത്രം. ഞാനത് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പം ആള് പറഞ്ഞു അത് മാറ്റിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല, അത് ചെയ്തിരിക്കണം എന്നെടുത്ത് കട്ടായം പറഞ്ഞ് ചെയ്ത. ഇത് തന്നെ ബ്ലാക്ക് ആയിരുന്നു, ഞങ്ങൾ വൈറ്റ് പെയിന്റ് ആക്കി, വൈറ്റ് അടിച്ച് കളർ ചേഞ്ച് ചെയ്തു. നിങ്ങൾ ഇവിടെ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആക്കിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീൽ ഡോറ് ശ്രമകരമായ ദൗത്യത്തിനോട് വൈറ്റ് ആക്കിയതാണ്. അങ്ങനെ പല സംഗതികളും കളർ മാറിക്കിടന്നവർ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ടത്, ഈ പൊതുവെ ഉള്ള ക്രിസ്ത്യൻ ഭവനങ്ങളുടെ വലിയൊരു പ്രത്യേകത, ഞാൻ എൻ്റെ വീട്ടിലോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം. സാധാരണ പൂജാ റൂമുകൾ എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് പൂജാ ബോളുകൾ. ഞാൻ അതിനെ കാണുന്നത് എനർജി സ്പേസ്, അതായത് സെന്റർ ഓഫ് എനർജി എന്നുള്ള കോൺസെപ്റ്റിലാണ്. ഞാൻ അതുകൊണ്ട് ഈ ഒരു രൂപത്തിലാണ് എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഇതൊക്കെ പൂർണ്ണമായിട്ടും പറയുമ്പോൾ പ്ലസ് ലാമിനേഷൻ. അതെ അതെ, ഇതൊക്കെ ഈ കളറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇത് ഈ രൂപങ്ങളാണ് ചോദിച്ചത്? ഇല്ലില്ല, രൂപങ്ങൾ നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് അതെ വൈറ്റ് കളർ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അത് ഇവിടെ നിയറസ്റ്റ് ഉള്ളൊരു ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയുണ്ട്, അവർക്ക് അവർ ചെയ്തു തന്നാണ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കുറച്ച് മുന്നേ കണ്ട അതേ പാനൽസ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മളിവിടെ ഒരു ടൈലാണ്, ഇതൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ 8x4 ഫുൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിരിക്കുന്നത് നമ്മുടെ ഹോം എലവേറ്ററിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന ഹോം എലവേറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാര്യം മാതാപിതാക്കളുണ്ട്, അവർക്ക് കയറി ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പൊ അതിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഹോം എലവേറ്റർ പ്രത്യേകം പരിചയപ്പെടാം. ഒരു വീടിന്റെ ഏറ്റവും ശുചിത്വത്തോടെ ഇരിക്കേണ്ട 2-3 ഏരിയകളിൽ ഒന്ന് കിച്ചണാണ്, ബാത്റൂമാണ്. ഇങ്ങനെയുള്ള പല പല മേഖലകളുണ്ട്. അതിൽ നിങ്ങളുടെ കിച്ചൺ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ ഈ വൈറ്റ് കളറിലുള്ള കിച്ചൺ ഓപ്പൺ ആക്കി ചെയ്തെന്ന് പറഞ്ഞുള്ള ഒന്നാമത്തെ ധൈര്യം ഇതാന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്യണം. ഫുൾ ക്രെഡിറ്റ് എന്റെ വൈഫിനാണ്. 100%. പലപ്പോഴും ഞാൻ വൈറ്റ് തുടങ്ങിയപ്പോൾ ആളിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആളുടെ അടുത്ത് മാത്രമേ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുള്ളൂ, ഇങ്ങനെ വൈറ്റ് ചെയ്താൽ പ്രശ്നമാവും. അപ്പൊ ആളാണ് കട്ട സപ്പോർട്ട് കൊടുത്തത്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും ഫേവറേറ്റ് കളർ വൈറ്റ് ആണ്. സോ ആള് ആ കൂടത്തിൽ നിന്നു. ആള് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നല്ല കട്ട സപ്പോർട്ട് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഫുള്ളി ഓപ്പൺ ആണ്. ഫുള്ളി ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബോഡി കളർ ബോഡി ടൈൽസിലാണ്. 45 mm അവര് 45 ആംഗിളിൽ ചെയ്തിരിക്കുന്നതാണ്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറൈൻബ്ലോയുടെ പ്ലസ് ലാമിനേഷൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഇതിലാണ് നമ്മുടെ അക്രിലിക് ലാമിനേഷൻ ആണ്. അക്രിലിക് ലാമിനേഷൻ ആണല്ലേ. ജി പ്രൊഫൈല് ജി പ്രൊഫൈല് ബ്ലാക്ക്, അതായത് ഒരു ബ്ലാക്ക് ബീഡിങ് ഇതിൽ പോകുന്നുണ്ട്. ഫുള്ളി വൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുൾ വൈറ്റ് എന്നുള്ളൊരു പ്രോസസ്സിലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പൊ വീടിനുള്ളിൽ വരുന്ന ഈ സാധനങ്ങളൊന്നും വൈറ്റിൽ കിട്ടില്ല, എല്ലാം ഒന്നും കിട്ടില്ല. ശരിയാണ്. അപ്പൊ ബ്ലാക്കിലേ കിട്ടുള്ളൂ. പിന്നെ സിങ്ക് അത് വൈറ്റിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൃത്തികേടാവും ബ്ലാക്ക്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽസ്, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഈ ബ്ലാക്ക് പ്രൊഫൈല് ആദ്യം ഞങ്ങളൊരു ഗോൾഡ് പ്ലാൻ ചെയ്തു, പിന്നെ ബ്ലാക്കിലേക്ക്, പിന്നെ ഞങ്ങൾ വൈറ്റിന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് അതിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും നല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഫുൾ വൈറ്റ് ബ്ലാക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കൊരു ബ്ലാക്ക് കളർ ബെൽറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭംഗി കൃത്യമായിട്ട് മനസ്സിലായി. അതുപോലെ നിങ്ങളിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഓരോ, അതായത് ഫ്രിഡ്ജ് ആയിക്കോട്ടെ, അവനായിക്കോട്ടെ, ടോസ്റ്റർ ആയിക്കോട്ടെ, എല്ലാ സംഗതികളും ആ ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരേണ്ട ഡൈനിങ് ആണല്ലോ. ഇത് ഒരു 3 in 1 2 in 1 എങ്ങനെയാണാവോ? ഇതിപ്പോ 8 സീറ്റർ ആയിട്ടായിട്ട് ഇത് ഇപ്പൊ 8 സീറ്റർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് 6 സീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കൺവെർട്ടബിൾ ആണല്ലേ? റിട്രാക്ടബിൾ ടൈപ്പ് ആണ്. യെസ്, അതായത് നമ്മൾ മാത്രം നിങ്ങൾ മാത്രം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്പേസിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. കുട്ടികൾ പൊതുവെ ഇതിനകത്ത് ഇച്ചിരി സ്പേസ് കുറവുണ്ട് കമ്പാരിറ്റീവ്ലി. കാരണം ഞങ്ങള് മിറ്റമൊന്നും അധികം കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളിൽ തന്നെ ആയിരിക്കും കൂടുതലും കുട്ടികളുണ്ടാകും. അപ്പൊ അവർക്ക് സ്പേസിന് പ്രശ്നം വരില്ല. പിന്നെ വീടുകളെക്കാൾ ഉപരി ഫ്ലാറ്റുകൾക്ക് നല്ല കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം 3 in 1 കൺവെർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സ്പേസ് മാനേജ്മെന്റിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സ്ട്രക്ചർ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ GA ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എവിടുന്ന എടുത്തിരിക്കുന്നത്? ഇത് അർബൻ ലാഡർ. ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു വെറൈറ്റി ഐറ്റം. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ചില ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള വന്ന ആൾക്കാർ അവരുടെ അഭിപ്രായം എഴുതിയിട്ട് പോകുന്നത്. ഞാനും എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാണ് സംഗതി. ഈ ഭിത്തി നിങ്ങളിത് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇത് ഞങ്ങളുടെ ഒരു മെമ്മറി വാളാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ എന്നും കൂടെ ചേർത്ത് നിർത്തണം. അത് എപ്പോഴും വെക്കണം. അപ്പൊ അത് അവരുടെ ഓരോ കൈപ്പടകൾ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് മുതൽ അതുപോലെ വൈഫിന്റെ LKG ഫ്രണ്ട് മുതൽ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉള്ള നിലവിലുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് ചേർത്ത് പോയിട്ടുണ്ട്. ഞങ്ങളുടെ 4 പേരുടെ ചെറിയ മോളുള്ളത്, രണ്ടാമത്തെ മൂത്ത ആളുടേത്, വൈഫിൻ്റെത്, എന്റേത്. അടിപൊളി. എല്ലാവരുടെയും കൈപ്പത്തിണ്ട്. എന്റെ ഒരു സംഗതി ഇനി അത് എന്റത് ഞാൻ പതിപ്പിച്ചിട്ടില്ലെന്ന് വേണ്ട. ഇനി ഈ വാഷിംഗ് ഏരിയ യഥാർത്ഥത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, വാഷ് കൗണ്ടർ. താഴെ അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ്, സാധനങ്ങളൊക്കെ വെക്കാവുന്ന പോലെ ടവൽസ് എല്ലാം കൊടുത്തിട്ട് ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയിട്ട്. ഇത് സ്ക്വയർ ഷേപ്പ്. നിങ്ങളുടെ വീടിന്റെ മൊത്തം ഒരു ഷേപ്പ് സ്ക്വയർ ആണ്. അതെല്ലായിടത്തും എലമെന്റ് വർക്ക്. ഞങ്ങളുടെ ഗേറ്റിന്റെ ലോക്ക് നോക്കിയാലും അറിയാം വീടിന്റെ ഷേപ്പിലാണ് ഗേറ്റിന്റെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമുക്കിനി ബെഡ്റൂംസ് മൊത്തം എത്ര ബെഡ്റൂംസ് ഉള്ളത്? 5 ബെഡ്റൂംസ് ഉണ്ട്. 4 എണ്ണം അറ്റാച്ച്ഡ്, 1 എണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴത്തെ നില 2 ബെഡ്റൂമാണ്. അതെ. അപ്പൊ നമുക്ക് അവിടെ കയറാം. തീർച്ചയായും. ഒന്നാമത്തെ ബെഡ്റൂം. അതെ, മാസ്റ്റർ അല്ലേ? അതെ അതെ അതെ. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് അവിടെ വെച്ചിരിക്കുന്ന അതേ ഫോട്ടോസ് അതിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റേത് മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. അതെ. ഇനി അതിൽ നമുക്കിവിടെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തൊന്നും നിറയ്ക്കാൻ പറ്റില്ല. നിറച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓക്കോടാവും, കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് ഹെഡ് ബോർഡ് നമ്മൾ അവിടെ കാണിച്ച അതേ യൂണിഫോം ഫീൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. വെയിൻസ്കോട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. വെയിൻസ്കോട്ട് ഇതില് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ മാത്രമാണ് ഞാനിത് കണ്ടത്. ഇതൊരു കൊളോണിയൻ ശൈലിയുടെ ഒരു സംഗതിയാണ്. അത് അവിടെ ചെയ്തിരിക്കുന്നു. ബാക്കി ഇതെല്ലാം പറയുമ്പോൾ ഇതില് വാർഡ്രോബ് അവിടെ വെച്ചിരിക്കുന്നത്. വാർഡ്രോബ് ഉള്ളില് ഇതൊരു ഓപ്പൺ ക്ലോസറ്റ് ടൈപ്പ് ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് ആണെങ്കിൽ ഓപ്പൺ ക്ലോസറ്റ് ആണെങ്കിൽ ഞങ്ങൾ അതിന് ഡോറ് യൂഷ്വലി അതിന് ഡോസ് ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ ഡോസും കൂടെ കൊടുത്തു. കാരണം ഡ്രസ് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കണ പോലെ അടുക്കി വെക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ തുറന്നു കാണിക്കാത്തതിന്റെ റീസൺ അല്ല, നമ്മൾ ഡെയിലി ലൈഫിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും. പിന്നെ നോർമലി നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബാത്റൂം നമുക്ക് കാണിച്ചു കൊടുക്കാം. കാര്യം അത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഇതിന്റെ സൈസാണ്. നോർമലി ഉള്ള സൈസ് 250 ഒക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ 310 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമുകളുടെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടോ? ചെറിയ വ്യത്യാസങ്ങളുണ്ട്. യെസ്. ഇതും കണ്ടു കഴിയുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവിടുത്തെ പോലെ തന്നെ വെയിൻസ്കോട്ട് കിങ് സൈസ് ബെഡ് 2 സൈഡിലും സൈറ്റ് ആണ്. ഇത് സെയിം മെറ്റീരിയൽസ് എല്ലാം സെയിം ആണ്. എല്ലാ ബെഡ്റൂമും യൂണിഫോം ആയിരിക്കണം. കോട്ട്സ് എല്ലാം യൂണിഫോം, എല്ലാം യൂണിഫോം. കാരണം പാർഷ്യാലിറ്റി ഇല്ല. മാസ്റ്ററും ഇതൊന്നുമില്ല. ഗസ്റ്റ് വന്നാലും എല്ലാവർക്കും ഒരുപോലെ. ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു എന്താ പറയുന്ന ഗ്ലാസ് കൊടുത്തിട്ടുള്ള അതും നമ്മുടെ സ്പേസില്ല, ആ ഒരു കൺജഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഇനിയിപ്പോ ഒരു ഡ്രസ്സിംഗ് ഏരിയക്കുള്ള സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ ടോയ്ലറ്റിന്റെ സ്പേസ് ഇത്രേ ഉള്ളൂ. കാരണം
ബെഡ്റൂം ശരിക്കും ഞങ്ങൾ ജസ്റ്റ് കിടക്കാൻ മാത്രം, ബാക്കിയുള്ള സ്പേസ് എല്ലാം ഫാമിലി ലിവിംഗിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞങ്ങളുടെ. ജസ്റ്റ് കിടക്കുക, ഡ്രസ്സ് മാറുക, അതിനൊക്കെയുള്ള സ്പേസ് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അതെനിക്ക് താഴത്തെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും തോന്നി. അതെ അതെ, ഇതൊരു സ്പേസ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഇത് എവിടെ യൂസ് ചെയ്യാം കേട്ടോ? ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്, പക്ഷേ ഡാനി എനിക്കത് ചെയ്തു തന്നു. അവരുടെ വർക്കാണ്, അവർ ചെയ്താണ്. ഇത് നല്ല വർക്കാട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ് ആവാനായിട്ടുള്ള റീസൺ പറയാം. ഇത് 16 mm 2 പ്ലൈവുഡ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ സിംഗിൾ പ്ലൈവുഡിന് പകരം ഡബിൾ തിക്നെസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് തൊട്ട് അത്യാവശ്യം റൂമിൽ വരുന്നവർക്ക് ഒരു ലാപ്ടോപ്പോ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്, ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് ഇവരുടെ ഇത്. നമുക്ക് പക്ഷേ എലവേറ്ററിൽ അങ്ങ് പോവാം പ്ലീസ്. അപ്പൊ എന്തായാലും മേളിൽ കാണാം. അപ്പൊ നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇതാ നമ്മളിപ്പോ രണ്ടാമത്തെ നിലയിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് എന്താ പറയാ, നമ്മുടെ ഈ ലിഫ്റ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ അറിവിലേക്കായിട്ട് എനിക്കൂടെ അറിയാത്ത കാര്യമാണ്. സാധാരണ ലിഫ്റ്റിന് അത്രയും സ്പീഡിലല്ല വരുന്നത്, അല്ല കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. പിന്നെ ഒരു ഹോം ലിഫ്റ്റ് കൺസെപ്റ്റ് ആണ്. ഒരു വീടിനുള്ളിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഇതാണല്ലോ. ഒരു ഓവർ സ്പീഡ്, പിന്നെ സേഫ്റ്റിയും അതിനകത്തൊരു ഭാഗമാണ്. ഇത് നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഡബിൾ ഹൈറ്റ് ആണ്. താഴെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. സത്യത്തിൽ സ്കൈലൈറ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് ആക്സസ് ഉണ്ട്. മേളിൽ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അതായത് കഴുകാനും ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല, ഒരു പ്രശ്നമില്ല. വാഷ് ചെയ്യാതെ എടുക്കാം. അത് നമുക്ക് മേളിൽ ഓപ്പൺ വിൻഡോ ഓപ്പൺ ചെയ്ത് നമുക്ക് എയർ സർക്കുലേഷൻ വേണമെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാം. മുകളിലത്തെ ബെഡ്റൂം ടോട്ടല് നമ്മൾ കയറുന്ന മൂന്നാമത്തെ ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്കൊന്ന് താഴത്തെ സെയിം ഡിറ്റോ ഇതാണ്. ഇതിന് ഈ ബെഡ്റൂമിന് ആകെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ബേ വിൻഡോ ഉണ്ട്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താഴത്തേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ഫീൽ ചെയ്യുന്ന റൂമാണ്. കാരണം ഇത് റോഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. അപ്പം അത്യാവശ്യം എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യണമെങ്കിലോ ഈവനിങ് നല്ല രസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ബേ വിൻഡോ കൊടുത്തേക്കുന്നത്. ഒരു റൂം ഇതില് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഒരു കളിസ്ഥലമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടെത്തി. അതായത് സ്റ്റഡി റൂമും കം എന്റെ ഒരു ഓഫീസ് സ്പേസ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്ലേ സ്കൂളിൽ ചെന്നവണക്കുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ. പ്ലേ സ്കൂളിൽ ചെന്നവരുണ്ട്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡിസ്പോസ് ചെയ്തു. ഇത് മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ആരാ? വൈഫ് RLV പ്രൊഡക്റ്റ് ആണ്, BA മ്യൂസിക് ആണ്. അടിപൊളി ആളെ നമുക്ക് പരിചയപ്പെടാൻ കേട്ടോ. വഴിയെ ഞാൻ പരിചയപ്പെടുത്താം. BA മ്യൂസിക് ആണ്. അതെ അതെ, അടിപൊളി അടിപൊളി. താഴത്തെ ബെഡ്റൂമിലുമായിട്ട്, അതായത് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമുമായിട്ട് വലിയ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറയാം. ഉള്ള വ്യത്യാസം വാർഡ്രോബ് മാത്രമാണ്. അല്ല, ബേ വിൻഡോ ഉണ്ട്, ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയും ബേ വിൻഡോയും ഉണ്ടല്ലേ? അതാണ് ഇത് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂമാണ്. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ ആംബിയൻസ്, നമ്മുടെ ഗസ്റ്റ് ആണ്, നമ്മുടെ അതിഥി ദേവോഭവമാണ്. അപ്പൊ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ആംബിയൻസ് കൊടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ എന്തൊക്കെയുണ്ടോ നിങ്ങൾ തന്നെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഡ്രോപ്പ് ആവരുത്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ബാൽക്കണിയിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് എല്ലാം UPVC ആണ്. ഫുള്ള് നമ്മുടെ താഴെ കണ്ടതടക്കം ഇപ്പൊ നിങ്ങൾ കാണുന്നതടക്കം UPVC. അതെ, UPVC നമ്മളൊരു ഗ്രില്ലും കൂടെ കൊടുത്തത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. സേഫ്റ്റി ചെയ്തു തരും അല്ലേ? വൈഫിന് സേഫ്റ്റി ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളാണ്. ഒരു എത്രമാത്രം അത് വർക്കാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് പൂർണ്ണമായിട്ട് എത്രയെന്ന് പറയാൻ സാധിക്കത്തില്ല അല്ലെ? എനിക്ക് തോന്നുന്നു വൈഫ് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാട്ടെ. ഇപ്പോ ഒരു സംഗതി ചോദിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ഒരു അറിയാനായിട്ടാണ് ഇതിൽ എത്രമാത്രം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രമാത്രം വന്നിട്ടുണ്ട്. അദ്ദേഹം ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇവിടുത്തെ അറിയാമോ? എന്റെ ആഗ്രഹങ്ങളാണ് ഇതിലെല്ലാം. ഞാൻ പറയുന്നതിനൊരു അങ്ങനെ ഒരു എതിര് എനിക്ക് ഇതുവരെ ഇങ്ങനെ. ഞങ്ങൾ ആദ്യമേ വീട് പണി സമയം, അതായത് 3 വർഷം ആയി ഞങ്ങൾ സ്ഥലം കാണലും ഒക്കെ ആയിട്ട്. സ്ഥലം കണ്ടു തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങളൊരു ഗ്രൂപ്പ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം ആള് ഫ്രീ ആയിരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പിലേക്ക് ഇടും. പിന്നെ ബ്രോയുടെ വീഡിയോസ് അതിനകത്ത് ഞങ്ങൾ നിറച്ചുണ്ട് കുറേ എടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ക്ലീൻ, അതെല്ലാം അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ഫാമിലി കംപ്ലീറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അത് അങ്ങനെ ചെയ്തത്. ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പൊ ഡാനിയുടെ എത്രമാത്രം അവരുടെ വർക്കിൽ എത്രമാത്രം നിങ്ങൾ സംതൃപ്തരാണ്? രണ്ടുപേരും 110 എന്ന് വേണേ പറയാം. എത്ര വിശ്വം ഭവത്യാഗതയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒരു പക്ഷേ ഈ ഒരു പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ടുപിട്ടാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് ഉത്തരം. എത്ര വിശ്വം ഭവത്യാഗതയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ഡാനിയാണ്.
നമസ്കാരം. നമസ്കാരം. യഥാർത്ഥത്തിലേ ഒരു കസ്റ്റമർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. അതെ, നിങ്ങളുടെ പ്രോജക്റ്റ് സംസാരിച്ച് കഴിഞ്ഞു. ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും ഒരു ഡിസൈനർക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ ഫേമിന് അവരുടെ പ്രോജക്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുന്നത് ആ കസ്റ്റമറുടെ വല്ലാത്തൊരു കോർപ്പറേഷൻ ഉള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് നമ്മുടെ കൃഷ്ണനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് മീൻസ് അതായത് ആ ചേഞ്ചസ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു വൈറ്റാണ്, വൈറ്റ് ടീം ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വൈറ്റ് ഞാനിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് വാർപ്പ് കിടക്കുന്ന സമയത്ത് വരുന്നതാണ്. ആ സമയത്ത് വന്നപ്പോൾ അന്നേ വൈറ്റിനെ കുറിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ നടന്നു. അപ്പം ഞാൻ ഫസ്റ്റ് വന്ന് വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ അവരെ ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ആൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. ഇതിലെന്തൊക്കെ വേണം, എങ്ങനെ വേണം എന്നുള്ളതിന് കൃത്യമായിട്ട് തീരുമാനമുണ്ട്. പക്ഷെ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അവരെ നയിച്ചാൽ മതി. അപ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഇതുവരെ ആ തുടക്കം മുതൽ എനിക്ക് തോന്നുന്നത് 2 കൊല്ലത്തെ ഒരു പ്രോസസ്സാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അന്ന് മുതൽ നമ്മൾ വരുന്നു, ഓരോ പോയിന്റും കാര്യങ്ങളും ഇലക്ട്രിക്കലിൻ്റെ പോയിന്റ് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. കാരണം നമ്മൾ ആദ്യം തന്നെ ഡ്രോയിങ് കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓരോ പോയിന്റ് അവിടെ വരും, അപ്പോൾ എന്നെ വിളിക്കും, ഇപ്പോൾ ഞാൻ വരും, കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നീടായ ഉള്ള കുറേ വെട്ടിപ്പുളി കാര്യങ്ങളും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി. നമ്മുടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2013 മുതലേ നമ്മുടെ ഫീൽഡിലുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള എൻ്റെ കാർപ്പൻട്രി ടീം ഇപ്പൊ ഏകദേശം അത് ഒരു അന്നൊരു 10 പേരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 50 പേരുടെ അടുത്ത് വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. അറ്റ് എ ടൈം നമുക്കൊരു 10 പ്രൊജക്ട് 15 പ്രൊജക്ട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസ് എവിടെയാണോ? നമ്മുടെ തൃശ്ശൂര് പാട്ടുരായ്ക്കല് അശ്വിനി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. സർവീസ് ഒക്കെ ഇപ്പോൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് ഞാനിപ്പോൾ ചോദിക്കാൻ കാര്യം, ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഇത് എസ്തെറ്റിക്കലി അത് ഇഷ്ടപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നോ കാസർഗോഡ് നിന്നോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കാൻ. കുറച്ച് മാസം മുമ്പ് തിരുവനന്തപുരം കഴക്കൂട്ടത്തായിരുന്നു നമ്മുടെ പ്രൊജക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഹരിപ്പാട് പ്രൊജക്ട് ഉണ്ടായിരുന്നു, കായംകുളത്ത് പ്രൊജക്ട് ഉണ്ടായിരുന്നു, എറണാകുളത്ത് പ്രൊജക്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കോഴിക്കോട് പ്രൊജക്ട് ഉണ്ട്, ഓൾ ഓവർ. പിന്നെ ഇവിടെ കോത്തഗിരി, നമ്മുടെ ഊട്ടി കോത്തഗിരിയിൽ പ്രൊജക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡിണ്ടിഗല്, ട്രിച്ചി. അപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യ മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതിനുള്ള ഫുൾ ആയിട്ടുള്ള സംഗതി നമുക്ക് കേരളത്തിൽ ഇവിടെ അത് നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എപ്പോഴും ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും പ്രോമിസിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ പ്രോജക്റ്റിന്റെ എസ്തെറ്റിക്സ്, ബ്യൂട്ടി, അതിന്റെ യൂട്ടിലിറ്റി, അത് മൂന്നും ചേർന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. അതിലെന്തായാലും നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനിയും കാണണം പുതിയ പുതിയ പ്രോജക്റ്റുകൾ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എപ്പോഴും സർവീസ് ഒരു പ്രധാന സംഗതിയാണ്. സർവീസ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ എവിടെയും കേരളത്തിന് പുറത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുക, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതായിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.